ഒരിക്കലും ശൂന്യമല്ല. അതിൽ നിറയെ ഉത്തരങ്ങളുണ്ട്, ഉറക്കെ പറയാൻ പോലും കഴിയാത്ത കുറെ ഉത്തരങ്ങൾ. പരദൂഷണത്തിന്റെ അറ്റം വളരെ മൂർച്ചയുള്ളതാണ്. അത് രക്തബന്ധങ്ങളെ പോലും മുറിക്കുന്നു. വിശപ്പ് മാറിയതിനു ശേഷം കിട്ടുന്ന ആഹാരവും മനസ്സ് വേദനിച്ചതിനു ശേഷം കിട്ടുന്ന സ്നേഹവും കൊണ്ട് ഒരു കാര്യവുമില്ല. സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കാനും പഠിക്കാനും കഴിയും. കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ്. ആരോടും പിണങ്ങിയിരിക്കരുത്. പെട്ടെന്നൊരു നിമിഷം വിളിച്ചാൽ കേൾക്കാത്ത ലോകത്തേക്ക് അവർ പോയി കഴിഞ്ഞാൽ ജീവിതാന്ത്യം വരെ ആ പിണക്കം ഹൃദയത്തെ മുറിപ്പെടുത്തിക്കൊണ്ടിരിക്കും. വെയിൽ വരുമ്പോൾ മാത്രം തണൽ തേടുന്നവർക്ക് നമ്മളൊക്കെ വഴിവക്കിലെ വെറും തണൽവരം മാത്രം. ഒരു കാര്യം തെറ്റായി തോന്നിയാൽ രണ്ടു തരത്തിൽ ചിന്തിക്കുക. വ്യക്തി പ്രധാനമാണെങ്കിൽ കാര്യം മറക്കുക, കാര്യം പ്രധാനമാണെങ്കിൽ വ്യക്തിയെ മറക്കുക. കളങ്കമില്ലാത്ത മനുഷ്യരൊക്കെ പലയിടത്തും തോറ്റുപോയവരാണ്. മിടുക്കനാകുന്നത് നല്ലതാണ്, എന്നാൽ മറ്റുള്ളവർ വിഡ്ഢികളാണെന്ന് കരുതുന്നത് വിഡ്ഢിത്തമാണ്. മറ്റാരുമില്ലാതിരുന്ന സമയത്ത് നിങ്ങൾക്കായി ആരൊക്കെ ഉണ്ടായിരുന്നു എന്ന് എപ്പോഴും ഓർക്കുക. ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ്. ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറവായിരിക്കും. ജീവിതം മനോഹരമാവാൻ വേണ്ടത് ഭംഗിയുള്ള മുഖങ്ങളല്ല, നമ്മൾ കൊടുക്കുന്ന സമയവും സ്നേഹവും മനസ്സിലാക്കി നമ്മളെ പരിഗണിക്കുന്ന ഒരാൾ കൂടെ ഉണ്ടാകുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. എല്ലാ ബന്ധങ്ങൾക്കും ഉണ്ടൊരു കാലാവധി. എന്നും ആരും ആരുടെയും പ്രിയപ്പെട്ടവരായിരിക്കണമെന്നില്ല. മാറ്റം നല്ലതാണ്, അത് പക്ഷെ നിഴൽ പോലെ കൂടെ നടന്നവരെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ടാകരുത്. സ്വയം തുടയ്ക്കേണ്ടി വന്ന കണ്ണുനീരും തനിയെ പറയേണ്ടി വന്ന വിഷമങ്ങളുമായിരിക്കാം ഈ ലോകം കണ്ട ഏറ്റവും വലിയ ഒറ്റപ്പെടലുകൾ. ആത്മവിശ്വാസമാണ് പ്രധാനം. സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക, തന്നിൽ വിശ്വസിക്കുക, തന്നെ തന്നെ സ്നേഹിക്കുക. പ്രശ്നങ്ങളെ കുറിച്ച് ആലോചിച്ച് സമയം പാഴാക്കാതെ അത് എങ്ങനെ പരിഹരിക്കാമെന്നാണ് ചിന്തിക്കേണ്ടത്. താഴ്ന്നു കൊടുക്കാം, നമ്മളെ അംഗീകരിക്കുന്നവർക്ക് മുന്നിൽ. എന്നാൽ അഹങ്കരിക്കുന്നവർക്ക് മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കണം. പഠനങ്ങൾ പറയുന്നു, ദമ്പതികൾ തമ്മിൽ രാത്രി ഏറെ വൈകിയാണ് ഉറങ്ങുന്നതെങ്കിൽ അവർക്കിടയിലുള്ള സ്നേഹബന്ധത്തിന്റെ ആഴം വളരെ കൂടുതലാണ്. ചില ആളുകൾ നിങ്ങളെ വിട്ടുപോകുന്നു, പക്ഷേ അത് നിങ്ങളുടെ കഥകളുടെ അവസാനമല്ല, നിങ്ങളുടെ കഥയിലെ അവരുടെ റോളിന്റെ അവസാനമാണ്. ഏറ്റവും വലിയ രഹസ്യം ഇതാണ്: നിങ്ങളുടെ രഹസ്യങ്ങൾ ആരുമായും പങ്കിടരുത്, അത് നിങ്ങളെ നശിപ്പിക്കും. നിങ്ങളെ താഴ്ത്തി കെട്ടിയാൽ സ്വയം വലുതാകുമെന്ന് വിശ്വസിക്കുന്ന ചില വിഡ്ഢികളുണ്ട്, അവരെ അവഗണിക്കുക. നിങ്ങൾ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം. നിങ്ങളുടെ ജീവിതം നല്ല നല്ല അവസരങ്ങളിലൂടെ അല്ല മെച്ചപ്പെടുന്നത്, മറിച്ച് നല്ല അനുഭവങ്ങളിലൂടെയാണ് മെച്ചപ്പെടുന്നത്. ഉത്തരവാദിത്വം എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അഭിമുഖീകരിച്ചേക്കാവുന്ന ഏത് സാഹചര്യത്തെയും ആത്മവിശ്വാസത്തോടെ അഭിമുഖീകരിക്കാൻ കഴിയുക എന്നതാണ്. നിങ്ങളുടെ ശക്തിയിലും സമ്പത്തിലും ഒരിക്കലും വിശ്വസിക്കരുത്, കാരണം രോഗവും ദാരിദ്ര്യവും വരാൻ അധിക നാൾ വേണ്ടി വരില്ല. വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടല്ല ചിലരൊക്കെ നമ്മുടെ ജീവിതത്തിൽ അത്രമേൽ പ്രിയപ്പെട്ടവരാകുന്നത്, കൂടെപ്പിറപ്പിന്റെ സ്നേഹത്തോടെ കൂടെ നിന്നതുകൊണ്ടാണ്. ഓരോ ചെറിയ അവസരത്തിനായും തിരയുക. പരാജിതർ എല്ലാ കാര്യത്തിലും ബുദ്ധിമുട്ട് കണ്ടെത്തുന്നു, എന്നാൽ ഒരു വിജയി എല്ലാ പ്രതികൂല സാഹചര്യത്തിലും അവസരം കണ്ടെത്തുന്നു. ക്ഷമിക്കും തോറും കുറഞ്ഞു പോകുന്നത് നമ്മുടെ സമാധാനമാണെങ്കിൽ ആ ക്ഷമ കൊണ്ട് വേദനിപ്പിക്കുന്നത് നമ്മളെ തന്നെയാണ്. ചിലതൊക്കെ ക്ഷമിക്കാനും ചിലതൊക്കെ മറക്കാനും, പക്ഷെ ചിലതൊക്കെ എന്നേക്കുമായി ഉപേക്ഷിക്കേണ്ടതാണ്. പുഴകൾ ഒരിക്കലും പുറകോട്ടൊഴുകില്ല, അതുപോലെ ഭൂതകാലം മറന്ന് നിങ്ങളുടെ ഭാവി ശ്രദ്ധയോടെ കേന്ദ്രീകരിക്കുക. നിങ്ങളുടെ പുരോഗതിയും മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത്. നമുക്ക് എല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ്. നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക അസാധ്യമാണ്.
നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെയല്ല, നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തുഷ്ടരായിരിക്കും, കാരണം അത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു. ഒരു സ്ത്രീയെ സത്യസന്ധമായി സ്നേഹിക്കുന്ന പുരുഷൻ അവളുടെ ചെറിയ കാര്യങ്ങൾ വരെ അറിയാൻ താല്പര്യം കാണിക്കും. ഒരു തെറ്റ് നമ്മുടെ മേൽ ആരോപിക്കപ്പെട്ടാൽ നമ്മൾ തെറ്റുകാരനാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാതെ നമ്മളെ തള്ളിപ്പറയുന്ന ആളുകളെ വേണം ആദ്യം ഒഴിവാക്കാൻ. ശരിക്കും അവരാണ് നമ്മുടെ ശത്രു. ചിലതൊക്കെ അവസാനിപ്പിക്കാനുള്ള ചങ്കൂറ്റം കാണിക്കുന്നിടത്താണ് ജീവിതത്തിൽ പുതിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നത്. നമ്മുടെ കൂടെ ചിരിച്ചവരും കരഞ്ഞവരും അവസാനം വരെ കൂടെ കാണണമെന്നില്ല. എന്നാൽ സന്തോഷങ്ങളും ദുഃഖങ്ങളും നിറഞ്ഞ ഓർമ്മകൾ എന്നും നമുക്ക് കൂട്ടിനുണ്ടാകും. നിങ്ങളെക്കുറിച്ച് ചിലർ പരദൂഷണം പറയുന്നതും നിങ്ങളോട് മിണ്ടാതെ നടക്കുന്നതും നിങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, നിങ്ങൾ സുഖമായി ജീവിക്കുന്നത് അവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. നമ്മുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്കേ കഴിയൂ. അതുകൊണ്ടാകാം മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. നമ്മൾ ആരെയും പൂർണ്ണമായി മനസ്സിലാക്കിയെന്ന് വിചാരിക്കരുത്. നമ്മൾ മനസ്സിലാക്കിയതുപോലെ ആവണമെന്നില്ല എല്ലാവരുടെയും ജീവിതം. ഒരുപാട് പേര് കൂട്ടിനുള്ള ഒരാളിന് കൂട്ടുപോകരുത്. ഒരുപാട് പേരിൽ ഒരാളായി നമ്മളെ ഒറ്റപ്പെടുത്തും. ഒറ്റയ്ക്കിരിക്കുന്ന ഒരാളിന് കൂട്ടായി പോയി നോക്കൂ, അവർ നമുക്ക് കൂട്ടായി എപ്പോഴും ഉണ്ടാകും. ഒരു വ്യക്തിയിൽ നിന്നുള്ള അഗാധമായ സ്നേഹം നിങ്ങൾക്ക് ശക്തി നൽകുന്നു. ഒരു വ്യക്തി ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് നിങ്ങൾക്ക് ധൈര്യം നൽകുന്നു. അർഹിക്കുന്ന പാത്രത്തിലെ വിളമ്പാവൂ, അത് ധനമായാലും സ്നേഹമായാലും. പരസ്പരം കേൾക്കാൻ ക്ഷമയും സമയവും ഉണ്ടാകുമ്പോഴാണ് ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളും മനോഹരമാകുന്നത്. ചില വാക്കുകളോ സന്ദർഭങ്ങളോ വളരെ ചെറുതാണെങ്കിൽ പോലും അതുമൂലം മനസ്സിലുണ്ടാകുന്ന വേദന ആഴമേറിയതാവും. മറ്റുള്ളവരുടെ തെറ്റ് കാണുമ്പോൾ നിങ്ങൾ അതിൽ നിന്നും പാഠം പഠിക്കേണ്ടതാണ്. കാരണം സ്വയം തെറ്റ് സംഭവിച്ച ശേഷം പാഠം പഠിക്കുവാൻ തീരുമാനിച്ചാൽ ജീവിതം ഒരുപാട് വ്യർത്ഥമായി പോകുന്നതാണ്. പെരുമാറ്റങ്ങൾക്ക് ഒരേ സമയം ഔഷധവും വിഷവുമാകാൻ കഴിയും. ശ്രദ്ധിക്കാം, നമ്മളാൽ ഒരാൾക്കും പെരുമാറ്റത്തിന്റെ പേരിൽ വിഷമേൽക്കാതിരിക്കാൻ. നിങ്ങളുടെ ഏറ്റവും മോശമായ അവസ്ഥയിൽ നിങ്ങളെ ഉപേക്ഷിക്കുന്നവരെ ഒരിക്കലും മറക്കുകയും ക്ഷമിക്കുകയും ചെയ്യരുത്. പഠനങ്ങൾ പറയുന്നു, എല്ലായ്പ്പോഴും കരയുന്ന പെൺകുട്ടികൾ തങ്ങളുടെ ഭർത്താവിന് മുന്നിൽ ഒരുപക്ഷെ നിഷ്കളങ്കരോ അല്ലെങ്കിൽ മോശം സ്വഭാവമുള്ളവരോ ആയിരിക്കും. ഒരു നല്ല ചിന്തയോട് മാത്രം ഒരു ദിവസം അവസാനിപ്പിക്കുക. ഇന്നത്തെ ദിവസം മോശമായിരുന്നെങ്കിലും നാളത്തെ ദിവസം നന്നാകുവാൻ അത് സഹായിക്കും. ഒറ്റപ്പെടുത്തുവാനും കുറ്റപ്പെടുത്തുവാനും എളുപ്പമാണ്, പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല. കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ. നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.